കൂട്ടുകാരെ, ഇന്ന് ഞാൻ എൻ്റെ ആമ്പൽ പൂക്കളും ആമ്പൽക്കുളവും തേനീച്ചയെക്കുറിച്ചുമൊക്കെ, ചെറുതേനീച്ചയാണ്, ഇവരെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ കുളം എനിക്ക് വർഷങ്ങളായിട്ട് ഉള്ളതാണ്. അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരികയാണ്. ഇന്ന് ഞാൻ തേനീച്ചയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എനിക്ക് വർഷങ്ങളായിട്ട് എൻ്റെ തറവാട് വീട് അടച്ചിട്ടിരിക്കുന്ന വീടായതുകൊണ്ട് അവിടെ തേനീച്ചയും തേനീച്ചപ്പെട്ടിയും തേനീച്ചകൾ അങ്ങനെ അടഞ്ഞു കിടക്കുന്ന വീടുകളുടെ ചുവരുകളിലൊക്കെ ഒരുപാട് തേനീച്ചകൾ വന്നിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കെണി വെച്ച് ഇങ്ങനെ ബോക്സിലൊക്കെ ആക്കിയതാണ്. ഞാൻ പറയാൻ വരുന്ന വിഷയം, ഞാൻ വായിച്ചിട്ടുള്ള അറിവുകളോ ഒന്നുമല്ല ഈ ചെറുതേനീച്ചയെക്കുറിച്ച് ഞാനിന്ന് പറയുന്നത്. കണ്ടു മനസ്സിലാക്കി, വർഷങ്ങളായിട്ട് ഞാൻ ഇവരുമായിട്ട് ഇടപഴകുന്നത് കണ്ടു മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളും അതുപോലെ തന്നെ പല വീഡിയോയിലും കേട്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത്. പല വീഡിയോയിലും ഞാൻ കേട്ടിരിക്കുന്നു, ഇവർക്ക് 2 മാസത്തെ ആയുസ്സാണുള്ളതെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. അപ്പോൾ ആ 2 മാസത്തെ ആയുസ് ഉള്ളതെങ്കിൽ ഇവർ ദിവസങ്ങളിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോകണം. കാരണം പുതിയ പുതിയ ആളുകൾ വരുമ്പോൾ പഴയ ആളുകൾ മരിച്ചെങ്കിലല്ലേ പറ്റൂ. അപ്പം ഇങ്ങനെ മരണപ്പെട്ടു പോകുന്ന ആളുകൾ ഒരെണ്ണം പോലും ഈ പരിസര പ്രദേശങ്ങളിൽ കലവും ബോക്സും ഒക്കെ എനിക്ക് ഒരുപാടുണ്ട്. അപ്പം അതിൻ്റെ പരിസര പ്രദേശങ്ങളിലോ ഒന്നും ഇവരെ മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് ഞാൻ വർഷത്തിൽ ഒരിക്കൽ ആണ് തേനെടുക്കുന്നത്. ആ സമയങ്ങളിൽ ആ കൂട്ടിലോ ഒന്നും ഒരു തേനീച്ചയുടെ ബോഡിയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ആ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇങ്ങനെ ഈ കൂട്ടിലും പരിസരത്തിലും ഇവർ മരിച്ചു വീഴുന്ന ഇല്ല എന്ന് ഞാൻ കേട്ട കാര്യം സത്യമാണോ എന്നറിയാൻ വേണ്ടി ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ നിരീക്ഷിക്കുമായിരുന്നു. അപ്പോൾ കേട്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇവർ പൂമ്പൊടി ശേഖരിക്കാൻ പോകുമ്പോഴും തേനെടുക്കുമ്പോഴും പശയെടുക്കാൻ പോകുന്ന വഴികളിലാണ് ഇവർ മരണപ്പെടുന്നതെന്നാണ് പല വീഡിയോയിലും കേട്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് സത്യാവസ്ഥയുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ കുറേ ആയിട്ട് ഞാനിതിങ്ങനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മുറ്റത്ത് കുളവും വർഷങ്ങളായിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് ഞാൻ പലതരം ആമ്പലിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പൂക്കളിൽ തേനെടുക്കാൻ ഈ തേനീച്ചകളെന്നും വരാറുണ്ട്. ഒരു 8 മണിക്ക്, രാവിലെ 8 മണിക്ക് ശേഷമാണ് ഇവരെ കാണുന്നത്. അപ്പോഴൊക്കെ ഞാൻ ഇത് നിരീക്ഷിക്കുമ്പോഴൊക്കെ ഈ ഈച്ചകൾ ഇങ്ങനെ പൂമ്പൊടി എടുക്കുകയും തേനെടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ആ കൂട്ടത്തിൽ ഇവർ മരണപ്പെട്ട് ഈ പൂക്കളുടെ ഉള്ളിൽ കിടക്കുന്നത് ഞാൻ ഒരുപാട് കണ്ടിരിക്കുന്നു. അപ്പോൾ ആ അറിവുകൾ, നമ്മളൊരു കാര്യം ഒരാൾ പറഞ്ഞു തരുന്നതും നമ്മൾ കറക്റ്റ് കണ്ട് മനസ്സിലാക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾ ഈ പൂക്കൾ തേനീച്ചകൾ മരിച്ചു കിടക്കുന്ന ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് സത്യമുണ്ട്. ആ പറഞ്ഞ കാര്യം സത്യമാണെന്ന് നിങ്ങളെ കൂടെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ എന്നും ഇതിങ്ങനെ വാച്ച് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവർ വെള്ളമെടുക്കുമ്പോഴും പശയെടുക്കുമ്പോഴും പോകുന്ന വഴികളിലും ഇവരെ നമ്മൾ അല്ലാതെ മരിച്ചു വീഴുന്ന ഇതും ഞാൻ കണ്ടിരിക്കുന്നു. കാര്യം ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണമോ അല്ലെങ്കിൽ കൂടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ഉറുമ്പുകളുടെ ശല്യം അങ്ങനെയൊക്കെ വരുമ്പോൾ കൂട്ടത്തോടെ മരിച്ച് ആ സ്ഥലങ്ങളിലൊക്കെ കിടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അല്ലാതെ ഒരു ഈച്ച പോലും ഈ പെട്ടിക്കുള്ളിലോ പെട്ടിയുടെ പരിസര പ്രദേശങ്ങളിലോ മരിച്ചു വീണ് കിടക്കുന്നത് കണ്ടിട്ടില്ല. അപ്പം ഈ പറഞ്ഞതിൽ ഒരുപാട് വാസ്തവമുണ്ടെന്ന് ഞാൻ നിങ്ങളെ ചിത്രത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ എൻ്റെ ആമ്പൽക്കുളവും എൻ്റെ പൂക്കളെയും ഒക്കെ നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തന്നു. ഇനി ഒരു വീഡിയോ ആയിട്ട് അടുത്ത സമയത്ത് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.